നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. TBFൻ്റെ ഈ സ്പെഷ്യൽ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന എല്ലാ ബഹുമാനപ്പെട്ട കർത്തൃദാസീദാസന്മാർക്കും സ്നേഹത്തോടുകൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശേഷാൽ ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് കടന്നു വന്നിരിക്കുന്ന രാജസ്ഥാനിൽ അൽവറിൽ നിന്നും കർത്താവിൻ്റെ വിലയേറിയ ദാസൻ എബി ജോസഫ് അവറുകളും കുടുംബവും, അതുപോലെ തന്നെ അയൽ സഭകളിൽ നിന്നൊക്കെ ആയിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ, ദാസിമാർ, കുഞ്ഞുങ്ങൾ, സഹോദരിമാർ എല്ലാവരെയും ഒരിക്കൽ കൂടെ ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് നമ്മുടെ ഗാന ശുശ്രൂഷ ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നു. പേരൂർക്കടയിൽ നിന്നും കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ സാം സക്കറിയ അങ്കിൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയും അതിനെ തുടർന്ന് ഗാന ശുശ്രൂഷകൾ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി കൊട്ടാരക്കരയിൽ നിന്ന് കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മാത്യു അവറുകൾ മുമ്പോട്ട് വരുന്നതായിരിക്കും. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദിവസത്തിലായിരിക്കാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ശുശ്രൂഷ ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, വീണ്ടും അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അവിടുത്തെ വചനത്തിന് മുമ്പായിരിക്കുവാനൊക്കെ ഒരിക്കൽ കൂടി ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പ്രഭാതം മുതൽ കർത്താവ് ഇതുവരെ ഞങ്ങളെ സൂക്ഷിച്ച പരിപാലിച്ച ദൈവം എത്ര ഉന്നതനാണ്. കർത്താവെ, ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം കർത്താവ് വിധങ്ങളായ സ്ഥാനങ്ങളിൽ കർത്താവിനെ ആരാധിക്കുവാനും അവിടുത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാനൊക്കെ ഞങ്ങളെ സഹായിച്ചു. അതോർത്ത് അവിടുത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. അവിടുന്ന് മഹോന്നതനായ ദൈവമാണ്, രാജാധിരാജാവും കർത്താവുമാണ്. താൻ മാത്രം അമർത്യതയുള്ളവനാണ്. ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ വൈകിട്ടും കർത്താവെ കടന്നു വരാൻ ഞങ്ങളെ സഹായിച്ചു. കർത്താവ് ഓർത്ത് അവിടുത്തെ വാഴ്ത്തുകയും അവിടുത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ദീർഘനാളുകളായിട്ട് കർത്താവെ ഈ മീറ്റിംഗ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് ആവശ്യമായ എല്ലാ കൃപയും കർത്താവ് പ്രിയപ്പെട്ട കൊടുത്ത് സഹായിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കർത്താവെ അവിടുത്തെ ദാസൻ എബിയും മജുവിനെയും കുഞ്ഞുങ്ങളെയും കർത്താവെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജോസഫ് അങ്കിൾ കർത്താവ് എന്നെ വർഷങ്ങൾക്ക് മുമ്പ് അൽവറിലേക്ക് കടന്നുപോയി കർത്താവിൻ്റെ വേല ആരംഭിച്ചു. കർത്താവ് ദൈവം പ്രിയപ്പെടിനെ അവിടെ നട്ടു, നനച്ചു, വളരുമാറാക്കി. കർത്താവ് അവിടെയുള്ള പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിബിക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രിയപ്പെട്ടവർ അവിടെ പിതാവിനോട് ചേർന്ന് ചെയ്യുന്ന ശുശ്രൂഷകളെ ഓർത്ത് അവിടുത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ നാളിലൊക്കെ കർത്താവ് അത്ഭുതമായിട്ട് കർത്താവെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ട കർത്താവ് കൊടുത്തിരിക്കുന്ന താലന്തുകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ അവിടുത്തെ മഹത്വം വേണ്ടി പ്രിയപ്പെട്ട കർത്താവെ അത് ഉപയോഗിക്കുന്നു. അതോർത്ത് അവിടുത്തെ സ്തുതിക്കുന്നു. ഇന്ന് വൈകിട്ടും കർത്താവ് പ്രിയപ്പെട്ടത് കേൾക്കുവാൻ തക്കണം കർത്താവ് ഞങ്ങൾക്ക് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് മീറ്റിങ്ങിനെ ആദ്യവനന്തരം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവിധ ശുശ്രൂഷകൾ ഏർപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സഹായിക്കണമേ. പ്രത്യേകിച്ച് ഗാനങ്ങൾ ആലപിക്കുന്ന പ്രിയപ്പെട്ട കർത്താവ് എബിയെയും മജുവിനെയും കുഞ്ഞുങ്ങളെയും പ്രത്യേകിച്ച് ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരങ്ങൾ ഫലമേൽപ്പിക്കുന്ന ആവശ്യമായ കൃപയും കൊടുക്കണമേ. പ്രത്യേകിച്ച് കർത്താവ് സംവിധാനങ്ങളെയൊക്കെ സഹായിക്കണമേ. കർത്താവ് സിസ്റ്റത്തെ അവിടുന്ന് നിയന്ത്രിക്കണമേ. കർത്താവ് ആവശ്യമായ കൃപയും ആവശ്യത്തിനും കൊടുക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈ മീറ്റിംഗ് കർത്താവ് ഓർഗനൈസ് ചെയ്യാൻ ഞങ്ങൾ പ്രിയ സ്തോത്രങ്ങൾ കൊടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ ആവശ്യമായ കൃപയും അനുഗ്രഹങ്ങളും ആർക്കും കൊടുത്ത് സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന അടിയങ്ങൾക്കൊക്കെ ആവശ്യമായ ദൈവദൂത ലഭിക്കുക എന്നക്കണം. അവിടുന്ന് ഇന്ന് വൈകിട്ട് ഗാനങ്ങളിൽ കൂടി കർത്താവ് അവിടുത്തെ വചനത്തിൽ കൂടി സഹായിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നാം അടികൾക്ക് മഹത്വപ്പെടുത്തണമേ. പ്രാർത്ഥനവർ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായ കൃപ കൊടുക്കണമേ. ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്നവർക്ക് ആവശ്യമായ കൃപ കൊടുക്കണമേ. പ്രാർത്ഥനയുടെ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. TBFൻ്റെ തിരുവനന്തപുരം പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഒരു സ്പെഷ്യൽ മ്യൂസിക് നൈറ്റ് ഈ നിലയിൽ നടത്തുവാൻ വലിയവനായി ദൈവം ചെയ്ത കൃപകൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്പനേരം ചില ഗാനങ്ങളോടും ദൈവവചനത്തോടും കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ എന്ന സായന്തന സമയം നമുക്കായിരിക്കാം. ഗാനങ്ങളിലൂടെയും ദൈവവചനത്തിലൂടെയും കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. ഏതാണ്ട് 24 ലക്ഷം ജനത്തെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് വലിയ 2 നദി കടത്തി ഏതാണ്ട് 40 വർഷക്കാലം അല്ലലില്ലാതെ വഴി നടത്തി കനാൻ നാട്ടിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളത് എളുപ്പമായ ഒരു വസ്തുതയല്ല. അതും വിക്കനായ മോശയെ തിരഞ്ഞെടുത്ത് ദൈവസന്നിധിയിലാവുന്നത് പറഞ്ഞ്, കർത്താവേ, ഞാൻ വിക്കനാണ്, മറ്റൊരാളെ നിനക്ക് അയക്കാം. എന്നാൽ അന്ന് മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, നിൻ്റെ നാവോടുകൂടെ ഞാനുണ്ടായിരിക്കും. മോശയ്ക്ക് ശേഷം യോശുവ വന്നപ്പോഴും കർത്താവ് ആ പദം ആവർത്തിച്ചു, ഞാൻ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെയും ഇരിക്കും.
ഈ അന്ത്യകാലഘട്ടത്തിൽ കർത്താവിൻ്റെ ഒരു അന്ത്യനിയോഗമായി ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞപ്പോൾ ഇന്ന് ഈ സായന്തനത്തിൽ നമ്മോടും ദൈവം പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കും. മോശയോടുകൂടെ ദൈവം ഇരുന്നത് സത്യമായിരുന്നു, ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. യോശുവയോടുകൂടെ ദൈവം ഇരുന്നു, അത്ഭുതങ്ങൾ ചെയ്തു. ആ അന്ത്യനിയോഗത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ നമ്മോടുകൂടെയും കർത്താവുണ്ട്, നമ്മിലൂടെയും ദൈവം അത്ഭുതം ചെയ്യും. ജയ്സേ മേ മൂസാക്കെ സാത്ത് സാത്ത എന്ന് തുടങ്ങുന്ന ആ അർത്ഥം വരുന്ന അനുഗ്രഹീതമായൊരു ഹിന്ദി ഗാനം പ്രിയ കുഞ്ഞുങ്ങൾ ജോയാന എബി ആൻഡ് ജോയൽ നബി പ്രാരംഭമായിട്ട് ആലപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഗാനം ആലപിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. वैसे ही तेरे भी साथ रहूंगा,
വളരെ അനുഗ്രഹീതമായ അർത്ഥം ഉൾക്കൊള്ളുന്ന ഒരു ഹിന്ദി ഗാനം നമുക്ക് കേൾക്കുവാനിടയായി. ഒരു മലയാളം ഗാനത്തിലേക്ക് നാം പോവുകയാണ്. ഇന്ന് രാത്രിയിൽ നാം ഓർത്തതുപോലെ നമുക്ക് പ്രിയ കർത്താവിൻ്റെ ദാസൻ ബി ജോസഫ് ആൻഡ് ഫാമിലി നമ്മോട് കൂടെയുണ്ട്. അൾവറിൽ കർത്താവിൻ്റെ വേലയോട് ബന്ധത്തിൽ അവരായിരിക്കുന്നു എങ്കിൽ പോലും അനേക ഗാനങ്ങൾ പാടുന്നവരും രചിക്കുന്നവരുമാണ് പ്രിയ സഹോദരിയും കുഞ്ഞുങ്ങളുമൊക്കെ. പ്രിയ സഹോദരി അനേക ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്, ഹിന്ദിയിലും മലയാളത്തിലും. അതിൽ 1-2 ഗാനങ്ങളാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ആലപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേക ഗാനങ്ങൾ പാടുവാനും രചിപ്പാനും ദൈവം കൂടുതലായി കൃപ നൽകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ പ്രിയൻ വാനിൽ വരും നാൾ, അവൻ്റെ കൂടെ ഞാനും പറന്നുയരും എന്നർത്ഥം ഉൾക്കൊള്ളുന്ന അനുഗ്രഹീതമായൊരു ഗാനം. അതിന് വരികളിൽ എഴുതിയിരിക്കുന്നു: കൂട്ടുകാർ വിട്ടുപോയിടും, സ്വന്തക്കാർ തള്ളിപ്പറഞ്ഞിടും, ഈ വേദന നിസ്സാരമെന്ന് എണ്ണി ജീവിച്ചിടാമേ. ക്രിസ്തീയ ജീവിതത്തിലെ വേദനകളുടെ മധ്യത്തിലും സന്തോഷത്തോടെ പ്രത്യാശയോടെ അതിനെ നേരിടുവാൻ കഴിയുന്നത് ശരിയായ പ്രാർത്ഥനയുള്ള ദൈവമക്കൾക്ക് മാത്രമായിരിക്കും. അല്ലെങ്കിൽ ശരിയായ പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിക്ക് ഏതു കഷ്ടങ്ങളെയും ധീരതയോടെ നേരിട്ട് വിജയം നേടാനായിട്ട് കഴിയും. ആ അർത്ഥം ഉൾക്കൊള്ളുന്ന ഗാനം പ്രിയ സഹോദരി അതിനെ രചിച്ച അനുഗ്രഹീതനുമായ ഗാനം വെൻ പ്രിയൻ വാനിൽ വരും നാൾ എന്ന ഗാനം പ്രിയ സഹോദരി മജു ബി ജോസഫ് പ്രാർത്ഥനയോടെ ആലപിക്കുന്നു.
പ്രതിഫലങ്ങൾ. നല്ല പൊരുതി നമുക്ക് ഓട്ടം തികയ്ക്കാം, വിശ്വാസം കാത്തു സൂക്ഷിക്കാം. എൻ പ്രിയൻ വാനിൽ വരും നാൾ, അവൻ്റെ കൂടെ ഞാനും പറന്നുയരും. ഈ ദേഹം വിട്ടുപോകും ഞാൻ, പുതിയ രൂപം പ്രാപിക്കും ഞാൻ ആ ദിവസം. എൻ പ്രിയൻ വാനിൽ വരും നാൾ, അവൻ്റെ കൂടെ ഞാനും പറന്നുയരും. ഈ ദേഹം വിട്ടുപോകും ഞാൻ, പുതിയ രൂപം പ്രാപിക്കും ഞാൻ ആ ദിവസം. വളരെ പ്രത്യാശ നിറഞ്ഞ ഒരു ആശയം ഉൾക്കൊള്ളുന്ന ഒരു ഗാനം വീണ്ടും നമുക്ക് കേൾക്കുവാൻ പ്രിയ സഹോദരിയിലൂടെ ഇടയായി. മറ്റൊരു ഹിന്ദി ഗാനത്തിലേക്ക് വീണ്ടും നാം കടന്നു പോവുകയാണ്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ചില നാളുകൾക്ക് മുമ്പ് ഒരു കുടുംബവുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു വസ്തുത, പലപ്പോഴും അവരുടെ ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ഞങ്ങളുടെ ഭവനത്തിനുള്ളിൽ ഞങ്ങൾ യേശുവിനെ കാണാറുണ്ട്, അദ്ദേഹം ഇവിടെ വരാറുണ്ട്, ഞങ്ങളവനെ ദർശിക്കാറുണ്ട്, ഞങ്ങളവനെ കാണാറുണ്ട്. ഒരു തവണയെങ്കിലും അദ്ദേഹത്തെ ഒന്ന് കാണുമ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഒന്ന് മറക്കുകയാണ്. ഈ ഭവനത്തിനകത്ത് അദ്ദേഹമുണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസം. എത്രത്തോളം അതിൻ്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ പോലും ഒരു ദൈവ പൈതലിൻ്റെ ഏറ്റവും വലിയ വിശ്വാസം, ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ക്രൂശിൽ അടിക്കപ്പെട്ട് തകർക്കപ്പെട്ട് ക്രൂശിച്ച് അവൻ മരിച്ച് ഏതാണ്ട് വൈകുന്നേരം ചില സ്ത്രീകളും യോഹന്നാനും പ്രിയപ്പെട്ടവരുമൊക്കെ യോസഫുമൊക്കെ ചെന്ന് ആ ശവശരീരം ഇറക്കി അല്പനേരം അവരുടെ കരങ്ങളിൽ വെച്ച് പിന്നീട് നമുക്കറിയാം ഒരു പുതിയ കല്ലറയിലേക്ക് അവരടക്കുകയാണ്. ആ ശരീരത്തൊന്ന് തൊടാൻ പോലും കഴിയാത്ത നിലയിൽ അത്രമാത്രം ഭയാനകരമായ മുറിവുകളുമായി നമ്മുടെ പ്രാണനാഥൻ മരണപ്പെട്ട് കിടക്കുന്നൊരു കാഴ്ച. എന്നാൽ ഇന്ന് ഈ സായന്തന സമയത്ത് ആ കർത്താവിൻ്റെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ ഒന്ന് തൊടുവാൻ പോലും കഴിയാതെ മുറിവ് നിറഞ്ഞ ഒരു ശരീരമായിട്ടല്ല അവൻ നമ്മുടെ മുമ്പിലുള്ള, മറിച്ച് തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തോടുകൂടെ. ആ അർത്ഥം നമ്മെ അറിയിക്കുന്ന അനുഗ്രഹീതമായൊരു ഗാനം മേരാ സഹാര ഏ ഈശു നാം എന്ന് തുടങ്ങുന്ന അനുഗ്രഹീതമായ ഗാനം പ്രിയ കുഞ്ഞുങ്ങൾ ജോന എബിയും ജോയൽ നബിയും ദൈവനാമ മഹത്വത്തിനായിട്ട് ആലപിക്കും. मेरा
ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് രാത്രിയിലും ആ വിശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ യേശുരാജനെ നിൻ തിരുനാമത്തെ എന്നെന്നും പാടി സ്തുതിക്കും, നന്ദിയോടെ നിൻ പാദം വീണു വന്ദിക്കും. കർത്താവിൻ്റെ ദാസൻ മാംഗുര്യൻ അവറുകൾ രചിച്ച അനുഗ്രഹീതമായ ഒരു ഗാനം. എന്നാഥനെ നിൻ കൃപ മതിയെ മരുഭൂവിൽ ഈ യാത്രയതിൽ. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ശക്തിയായിരുന്നു ദൈവത്തിൻ്റെ കൃപ. ഈ അടുത്ത സമയത്ത് ആ വിഷയത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ മനസ്സിലാക്കിയൊരു വസ്തുത, വളരെ വേദനപ്പെട്ട് ഹൃദയം തകർന്ന് ശരീരത്തിൻ്റെ വേദന, മാനസികമായ വ്യഥകൾ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ, പ്രവർത്തന മേഖലയിലെ ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ നാമൊക്കെ അനുഭവിക്കുന്നതിനേക്കാൾ എത്രയോ അതികഠിനമായി അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തിലൂടെ കടന്നു വരുമ്പോൾ ആകെ തകർന്ന് നിസ്സഹായനായി ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ വീണ് കരയുമ്പോൾ, അല്ലെങ്കിൽ കരഞ്ഞപ്പോൾ ദൈവം അവനോട് പറഞ്ഞ ഒരു മറുപടി ഇതാണ്: എൻ്റെ കൃപ നിനക്ക് മതി. ഞാൻ തരുന്ന കൃപ നിനക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആശ്വാസം നിനക്ക് ലഭിക്കും. എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ യേശുരാജനെ നിൻ തിരുനാമത്തെ എന്നെന്നും പാടി സ്തുതിക്കും. ഈ അനുഗ്രഹീതമായ ഗാനം പ്രിയ മകൾ അക്സാറ്റി സന്തോഷം ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്കത് കേൾക്കാം. യേശുരാജനെ നിൻ തിരുനാമത്തെ എന്നെന്നും പാടി സ്തുതിക്കും.
താങ്ക് യു എക്സ. വളരെ അനുഗ്രഹീതമായ നിലയിൽ ആ ഗാനവും കേൾക്കുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്തു. ഞാനതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റൊരു ഗാനം നമുക്ക് കേൾക്കാം. ഇതും പ്രിയ സൗകര്യ മജു എബി ജോസഫ് തന്നെ രചിച്ച അനുഗ്രഹീതമായൊരു ഗാനമാണ്. കാൽവരിനാഥ് മിനിസ്ട്രിയിൽ പലപ്പോഴായിട്ട് പ്രിയ സഹോദരിയുടെ ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുവാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. അതിൽ ഒരുപക്ഷെ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന, എനിക്ക് വളരെ താല്പര്യമുള്ള അനുഗ്രഹീതമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഗാനം. നിന്നെ പോലെ ആകുവാൻ, നീ എന്നിൽ വസിപ്പാൻ, നിൻ സ്വഭാവം എന്നിൽ പകരണമേ. മാനങ്ങൾ നേടുമ്പോൾ നിഗളിക്കാതെ, താതൻ്റെ ദാനമെന്ന് മറന്നിടാതെ, താഴ്മയുള്ള ഹൃദയം എനിക്കേകണേ. ഒരു സമർപ്പണത്തിൻ്റെ അനുഗ്രഹീതമായ ഒരു ഗാനം പ്രിയ സഹോദരി ആലപിക്കും. പ്രാർത്ഥനയോടെ നമുക്കത് ശ്രവിക്കാം. നീ എന്നിൽ വസിപ്പാൻ, നിൻ സ്വഭാവമെന്നിൽ പകരണമേ. നീ എന്നും വളരാൻ, ഞാനെന്നും കുറയാൻ, ആ നല്ല മനസ്സെന്നിൽ ചൊരിയണമേ. നിന്നെ പോലെയാകുവാൻ, നീ എന്നിൽ വസിപ്പാൻ, നിൻ സ്വഭാവമെന്നിൽ പകരണമേ. നീ എന്നും വളരാൻ, ഞാനെന്നും കുറയാൻ, ആ നല്ല മനസ്സെന്നിൽ ചൊരിയണമേ. കുരിശിൽ നോക്കാം, ആ സ്നേഹമെന്നും അനുഭവിപ്പാൻ യോഗ്യതയില്ല. കുരിശിൽ നോക്കാം, ആ സ്നേഹമെന്നും അനുഭവിപ്പാൻ. എന്തോരു ഭാഗ്യം നീ എന്നിലേക്ക്, നിൻ മകളെന്ന പദവി നൽകി. എന്തോരു ഭാഗ്യം നീ എന്നിലേക്ക്, നിൻ മകളെന്ന പദവി നൽകി. നിൻ മകളെന്ന പദവി നൽകി. നിന്നെ പോലെയാകുവാൻ, നീ എന്നിൽ വസിപ്പാൻ, നിൻ സ്വഭാവമെന്നിൽ പകരണമേ. നീ എന്നും വളരാൻ, ഞാനെന്നും കുറയാൻ, ആ നല്ല മനസ്സെന്നിൽ ചൊരിയണമേ. മാനങ്ങൾ നേടുമ്പോൾ നിഗളിക്കാതെ, താതൻ്റെ ദാനമെന്ന് മറന്നിടാതെ. മാനങ്ങൾ നേടുമ്പോൾ നിഗളിക്കാതെ, താതൻ്റെ ദാനമെന്ന് മറന്നിടാതെ. താഴ്മയുള്ള ഹൃദയം എനിക്കേകണേ. അന്ത്യത്തോളം വഴി നടത്തേണമേ. താഴ്മയുള്ള ഹൃദയം എനിക്കേകണേ. അന്ത്യത്തോളം വഴി നടത്തേണമേ. അന്ത്യത്തോളം വഴി നടത്തേണമേ. നിന്നെ പോലെയാകുവാൻ, നീ എന്നിൽ വസിപ്പാൻ, നിൻ സ്വഭാവമെന്നിൽ പകരണമേ. നീ എന്നും വളരാൻ, ഞാനെന്നും കുറയാൻ, ആ നല്ല മനസ്സെന്നിൽ ചൊരിയണമേ. ഞാൻ പോകും വഴികളിൽ
വസിപ്പാൻ നിൻ സ്വഭാവമെന്നിൽ പകരേണമേ. നീ എന്നും വളരാൻ ഞാനെന്നും കുറയാൻ ആ നല്ല മനസ്സിനിൽ ചൊരിയേണമേ. നിന്നെ പോലെയാകുവാൻ നീ എന്നിൽ വസിപ്പാൻ നിൻ സ്വഭാവമെന്നിൽ പകരേണമേ. നീ എന്നും വളരാൻ ഞാനെന്നും കുറയാൻ ആ നല്ല മനസ്സിനിൽ ചൊരിയേണമേ. അനുഗ്രഹീതമായ ഗാനങ്ങളോടുകൂടെ നാം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഗാനം കൂടെ നമുക്ക് കേട്ട് ദൈവത്തെ സ്തുതിക്കാം. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ നാഥ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹവും എന്തുള്ളൂ. ദൈവം ചെയ്ത സ്നേഹത്തിൻ്റെ ആഴത്തെ, ആ കൃപയുടെ മഹത്വത്തെ നാം ഗാനങ്ങളിലൂടെ പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗാനങ്ങൾ ആലപിച്ച പ്രിയ സഹോദരിമാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം വളരെ തുടർന്നും അവരെ അനുഗ്രഹിക്കട്ടെ. ദൈവവചനം കേൾക്കേണ്ടത് ആവശ്യമാണ്, അതിന് സമയം ആവശ്യമാണ്. ഒരു ഗാനം കൂടെ നമുക്കൊരുമിച്ച് പാടിയും കേട്ടും ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയ സാമുകളെ അതിനായിട്ട് ക്ഷണിക്കുന്നു. പാടും ഞാൻ ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. വേളകളിൽ ആശ്വാസമായിരുന്നു, ഭാരത്തിൻ നാളത്തിൽ അത്താണിയായി. അറിയാവുന്നവരുണ്ടെങ്കിൽ ഈ പാട്ട് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളത്തിൽ അത്താണിയായി നീ ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ ചേർന്ന് പാടാം. നീ എന്നെ സ്നേഹിപ്പാൻ ഞാൻ
കരുതുന്ന ദൈവമേ, നിന്റെ സ്നേഹത്തിൻ്റെ ആഴം ആർക്കു വർണ്ണിച്ചില്ല. ദൈവസ്നേഹം ചോദിച്ചറിഞ്ഞ എല്ലാവർക്കും ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, വളരെ അനുഗ്രഹീതമായ ഗാനങ്ങളോടുകൂടെ ഇതുവരെയും നാം ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ദൈവസ്നേഹത്തെക്കുറിച്ചും ആ സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ചും ഗാനങ്ങളിലൂടെ നാം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. എന്നാൽ ഇനിയുള്ള അല്പസമയം ദൈവവചനം കേൾക്കേണ്ടത് അടിയന്തരമായ ആവശ്യമാണ്. ഇന്ന് നമ്മുടെ മധ്യത്തിൽ കർത്താവിൻ്റെ ദാസൻ എവാഞ്ചലിസ്റ്റ് എബി ജോസഫ് അൾവർ കടന്നു വന്നിട്ടുണ്ട്. അനേക നിലയിൽ അനേക സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനാണ്. വേദപഠനശാലകളിലും അല്ലാതെയും ഓൺലൈൻ മീറ്റിങ്ങുകളിലും ദൈവവചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠമായൊരു ദൈവദാസനാണ്. അത് മാത്രമല്ല, അൾവറിൻ്റെ പ്രദേശത്ത് വളരെ ശക്തമായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു കുടുംബമാണ് പ്രിയപ്പെട്ടവരിന്ന് നമ്മുടെ മധ്യത്തിലായിരിക്കുന്നത്. എല്ലാ നിലയിലും നമുക്ക് സന്തോഷമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് തൻ്റെ സാക്ഷ്യവും അതുപോലെ തന്നെ മെസ്സേജും കേൾക്കുവാൻ നമുക്ക് അവകാശമുണ്ട്. ഇംഗ്ലീഷിലായിരിക്കും പ്രിയ കർത്താവിൻ്റെ ദാസൻ സംസാരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഫിന്നി വി ജോൺ അവറുകൾ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യും. രണ്ട് സഹോദരന്മാരെയും പ്രാർത്ഥനയോടെ ഈ സമയം ഉപയോഗിക്കാനായിട്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിക്കുന്നു. It is indeed a great joy and honor and privilege that we could be in this manner in your midst today evening. ഈ സന്ധ്യാസമയത്ത് ഇപ്രകാരം നിങ്ങളെ മധ്യയായിരിക്കാൻ തക്കവണ്ണം ദൈവം അനുവദിച്ച കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Lord has been good to us and He has been taking us through as we could travel down to this beautiful land of India, Kerala. ഈ ഞങ്ങളുടെ യാത്രയിലെല്ലാം ദൈവം കൂടെയിരുന്നു. ദീർഘദൂര യാത്ര ചെയ്ത് കേരളത്തിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. അതിനെ ദൈവത്തെ സ്തുതിക്കുന്നു. And this meeting was, we were planning whether we should have it or not. It was on and off. ഈ മീറ്റിങ്ങിന് വരുവാൻ കഴിയുമോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വലിയ ഉറപ്പില്ലായിരുന്നു. But God made it possible that we could be here as a family and to be a part of this ministry. എന്നാൽ ഇപ്രകാരം ഈ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ ദൈവം അനുവദിച്ചോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. My dad also wanted to join, but due to some constraints there, he couldn't join us to Kerala. But he said that we should go and not to cancel the programs. എൻ്റെ പിതാവിനും ഇവിടെ കടന്നു വരണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും ചില വൈഷമ്യങ്ങൾ കാരണം വരുവാനായിട്ട് സാധിച്ചില്ല. എങ്കിലും ഞങ്ങൾ ഇവിടെ കടന്നു വരണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. And I'm so happy that I could see a lot of familiar faces here.
വളരെയധികം ആളുകളെ എനിക്ക് പരിചയമുണ്ട്. ആ പരിചയമുള്ള മുഖങ്ങൾ എനിക്ക് കാണാൻ സാധിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And many dear ones we had been meeting online, but now we can meet them face to face. പലപ്പോഴും ഓൺലൈൻ മീറ്റിങ്ങുകൾക്കൊക്കെയാണ് നമ്മൾ തമ്മിൽ കാണുന്നത്. എന്നാൽ ഇന്ന് മുഖാമുഖം കാണുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ചു. And we are so thankful for Uncle Maman also to invite us and to have this kind of program and to have this sweet fellowship. ഇങ്ങനെ ഞങ്ങളെ ക്ഷണിച്ച പ്രിയ മാമൻ കുര്യനങ്ങളോടുള്ള നന്ദിയും ഞാൻ ഇത്തരുണത്തിൽ അറിയിക്കുകയാണ്. And we really praise God for the ministry which we do in that part of the world. ഞങ്ങൾ അവിടെ ചെയ്യുന്ന ശുശ്രൂഷകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And a few of the brothers from Trivandrum could visit us in the month of April and witness the ministry there. ചില സഹോദരന്മാർക്ക് ഏപ്രിൽ മാസം അവിടെ കടന്നു വന്ന് ആ ശുശ്രൂഷകളൊക്കെ നേരിൽ കാണുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. We had brother Shiji from here and brother Vineet and brother Godson. സഹോദരന്മാരായ ഷിജിയും വിനീതും ഗോഡ്സണും എന്നിവർ ഏപ്രിൽ മാസം അവിടെ കടന്നു ചെല്ലുവാനായിട്ടിടയായി. And we had a wonderful time together in ministry, and Lord, as we could spend time together, it was a great time. അങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ച് അനേക സമയം ചെലവഴിക്കുവാനായിട്ട് സാധിച്ചു. അത് വലിയ ഒരു സന്തോഷത്തിൻ്റെ കാരണമായി തീർന്നു. And we really praise God for the place which Lord has been using for past many years to train up young men for the glory of God. അനേക യുവാക്കളെ ദൈവവചനം അഭ്യസിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Nibi is not new for you. നിബി എന്ന ബൈബിൾ കോളേജ് ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. And Lord had been good to it for past 38 years in times of pains, difficulties, tears, problems. But Lord, it is a ministry of the Lord which is taken through. കഴിഞ്ഞ 38 വർഷങ്ങൾ ആ മിനിസ്ട്രി ചെയ്യുവാൻ അനേക പ്രതിസന്ധികളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും ഒക്കെ കടന്നു പോയെങ്കിലും അതിൻ്റെ മധ്യത്തിലൊക്കെ ധൈര്യത്തോടെ ആ മിനിസ്ട്രി ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ അനുവദിച്ചു. And when we understand how the Lord is using, we really praise God, and we are humbled to tell that around 165 brethren, after their studies there, they are serving the Lord in different parts of the land, even in Nepal. അങ്ങനെ അവിടെ നിന്ന് 165ഓളം സുവിശേഷകർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നേപ്പാളിലും ഒക്കെ ആയിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And we really praise God for that, how God is using this small ministry for His glory. ഇങ്ങനെയുള്ള ഒരു ചെറിയ പ്രവർത്തനത്തെ ദൈവം ഇത്ര അധികമായിട്ട് ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. As days goes by, it's our desire that we should have more people coming in from the land of North India to study God's word and to be the witness in those parts. വരുന്ന ആളുകളിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ കടന്നു വന്ന് ദൈവവചനം അഭ്യസിക്കണം എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. You know, it's now very getting difficult to have the ministry in those part of the world. ഈ കാലഘട്ടത്തിൽ ആ സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. Now we have this kind of a meeting here, but to have such a meeting is sometimes not that easy. ഇവിടെ നാം വളരെ എളുപ്പത്തിൽ മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്നു. എന്നാൽ ആ സ്ഥലങ്ങളിലൊക്കെ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. Even you might have heard that many of the places in worship meetings are being stopped. പല സ്ഥലങ്ങളിൽ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം, സഭായോഗങ്ങൾ വരെ അത് തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Now government is trying to bring in those policies and rules where meeting at homes is getting difficult. ഗവൺമെൻറ് തന്നെ പല നിയമങ്ങളും അതിന് എതിരായിട്ട് കൊണ്ടുവരുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ദുഷ്കരമാണ്. Even meeting at homes is getting difficult. ഭവനങ്ങളിലുള്ള ശുശ്രൂഷകൾ പോലും വളരെ പ്രതിസന്ധിയിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. Only the registered places we can have worship, that's what they say. രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ ഇപ്പോൾ ആരാധന യോഗങ്ങളൊക്കെ സംഘടിപ്പിക്കുവാനായിട്ട് കഴിയൂ. Even when one of the places where they were having the worship, they said no, you cannot have the worship there no more because this is residential area. ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഞങ്ങൾ യോഗം സംഘടിപ്പിച്ചപ്പോൾ അവിടെ അത്
ചെയ്യുവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് അത് തടസ്സപ്പെടുത്തി. Because these are houses, not the place of worship. കാരണം അവിടെ വീടുകളുണ്ട്, ഇവിടെ ആരാധിക്കുവാനായിട്ട് കഴിയുകയില്ല എന്നവർ പറഞ്ഞു. But that is not the worry we have. എന്നാൽ അതല്ല ഞങ്ങളെ ദുഃഖിപ്പിക്കുന്ന വസ്തുത എന്ന് പറയുന്നത്. But it is that we have to win more souls, which is becoming one of the greatest challenge of North Indian ministry today. പുതിയ ആത്മാക്കളെ നേടുക എന്നതാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. And even if a local brother comes in, there are a lot of challenges within and without in relation to that. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ അതിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. If a local brother comes to the Lord, അവിടെയുള്ള ഒരു സഹോദരൻ വിശ്വാസത്തിലേക്ക് വരികയാണെങ്കിൽ, he himself faces lot of challenges in relation to his upkeeping of his faith. തൻ്റെ വിശ്വാസത്തോടുള്ള ബന്ധത്തിൽ വലിയ വെല്ലുവിളികൾ അദ്ദേഹം നേരിടേണ്ടതായിട്ട് വരുന്നു. We are even finding difficulty to give them baptism. അങ്ങനെ വരുന്നവരെ സ്നാനപ്പെടുത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. Because lot of challenges within and without, within the family, within the society. അങ്ങനെ സമൂഹത്തോടുള്ള ബന്ധത്തിലും കുടുംബത്തോടുള്ള ബന്ധത്തിലും വലിയ വെല്ലുവിളികളാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. The Lord had been good to us and taking us through, guiding us through, and upheld the ministry so far, and we really praise God for that. എന്നാൽ ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവം ഞങ്ങളെ വഴി നടത്തുന്നു, വലിയ കൃപകൾ ഞങ്ങൾക്ക് തരുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. We are so thankful for your prayers, and we continue to appreciate your prayers for the ministry of North India. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ പ്രാർത്ഥനകൾക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുകയാണ്. We'll come to a short meditation. We'll come to the book of Joshua, chapter 14. ഇന്നത്തെ ചെറിയ ഒരു ധ്യാന ചിന്തയ്ക്ക് ആധാരമായിട്ട് യോശുവയുടെ പുസ്തകം 14 അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. Joshua chapter 14. യോശുവയുടെ പുസ്തകം 14 അധ്യായം. The story is all about Joshua and Caleb. അവിടെ യോശുവയെക്കുറിച്ചും കാലേബിനെക്കുറിച്ചും ഉള്ള ചരിത്ര സംഭവമാണ് നമുക്ക് കാണാൻ We know സാധിക്കുന്നത്. that Joshua has become the leader of the people of Israel. നമുക്കറിയാം യോശുവ ഇസ്രായേൽ മക്കളുടെ നേതാവായി കഴിഞ്ഞിരിക്കുന്നു. Moses, the servant, is dead. ദൈവത്തിന്റെ ആ ദാസനായ മോശ ഇപ്പോൾ God മരിച്ചിരിക്കുന്നു. has prepared yet another leadership to take through these people to the land, the promised land. ദൈവം മറ്റൊരു നേതൃനിരയെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. To lead them to the promised land. കനാൻ നാട്ടിലേക്ക് അവരെ നയിക്കുവാൻ വേണ്ടി ഒരു നേതൃനിരയെ ദൈവം Now ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു. Joshua has reached the promised land and is dividing the land. യോശുവ ആ കനാൻ ദേശത്തെത്തി ആ രാജ്യം ആ ദേശം വിഭജിച്ചു കൊണ്ടിരിക്കുകയാണ്. And now in the chapter 14 when we come, 14 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ we find the commitment of Caleb, which is looking unto. അവിടെ കാലേബ് എന്ന ആ ദൈവദാസന്റെ വലിയ ഒരു സമർപ്പണം നമുക്ക് കാണാനായിട്ട് We will സാധിക്കും. not be reading a whole portion from verse 6 to 15, but we will take a couple of verses and we will look into it. ആ വാക്യങ്ങൾ മുഴുവനായിട്ട് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. 2-3 വാക്യങ്ങൾ വായിച്ച് ആ കാര്യം പറഞ്ഞു പോകാനായിട്ട് We'll read ആഗ്രഹിക്കുന്നു. verse 6. ആദ്യമായിട്ട് 6-ാം വാക്യം നമുക്ക് വായിക്കാം. അനന്തരം യഹൂദ മക്കൾ ഗിൽഗാലിൽ യോശുവയുടെ അടുക്കൽ വന്നു. കെനിസ്യനായ യെഫുന്നയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞത്, യഹോവ എന്നെയും നിന്നെയും കുറിച്ച് ദൈവപുരുഷനായ മോശയോട് കാദേശ് ബർന്നയിൽ വെച്ച് പറഞ്ഞ കാര്യം നീ അറിയുന്നുവല്ലോ. Now here when Joshua is speaking, he is saying you and me, means Caleb and Joshua he is mentioning there. ഇവിടെ കാലേബിനെയും യോശുവയെ കുറിച്ചുള്ള പരാമർശം നമുക്ക് കാണാൻ Now സാധിക്കും. he mentions you and me. അവിടെ കാലേബ് പറയുകയാണ് ഞാനും നീയും. See, we know the incident of Kadesh Barnea. കാദേശ് ബർണിയയിൽ വെച്ച് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും It is അറിയാം. a place of doubt. അത് സംശയത്തിന്റെ ഒരു പ്രദേശമാണ്. A lot of 12 went, 10 brought a wrong report, 2 brought the right report. 12 പേർ ഉറ്റുനോക്കുവാനായിട്ട് പോയി, എന്നാൽ
10 പേർ തെറ്റായ ഒരു റിപ്പോർട്ടുമായിട്ടാണ് മടങ്ങി വന്നത്. and 2 brought the right report. 2 പേർ ശരിയായ അത് വിവരണവുമായിട്ട് മടങ്ങി വന്നു. But when you look into the family of Caleb, he is a Kenizzite. എന്നാൽ കാലേബിന്റെ ആ കുടുംബത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു കെനീസ്യനാണ് എന്ന് നമുക്ക് കാണാൻ Now who സാധിക്കും. is a Kenizzite? ആരാണ് ഈ കെനീസ്യൻ എന്ന് From പറയുന്നത്? which family does the Kenizzite come? ഈ കെനീസ്യർ ഏത് കുടുംബത്തിൽ നിന്നാണ് വരുന്നത്? Now when we go back to the book of Genesis, we'll not open there, but in the book of Genesis it says like that. ഉൽപ്പത്തി പുസ്തകം നാം ശ്രദ്ധിച്ചാൽ അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുന്നു. We find Kenaz is from the tribe of Edom. ഏദോമിന്റെ ആ വംശാവലിയിൽ നിന്നാണ് കേനസ് എന്ന വ്യക്തി വരുന്നത് എന്ന് നമുക്ക് കാണാൻ Now സാധിക്കും. who is Edom? ആരാണ് ഈ ഏദോം എന്ന് പറയുന്നത്? We find Edom is the descendants of Esau. അത് യേശാവിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ആളുകളാണ്. Now God chose Jacob and he did not choose Esau. നമുക്കറിയാം യാക്കോബിനെ ദൈവം തെരഞ്ഞെടുത്തു, എന്നാൽ യേശാവിനെ ദൈവം തള്ളിക്കളഞ്ഞു. Now when we find here, Caleb is from the tribe of Edom, a Kenizzite from the tribe of Edom. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ദൈവം തള്ളിക്കളഞ്ഞ ആ വംശപാരമ്പര്യത്തിൽപ്പെട്ടവനാണ് കാലേബ് എന്നത് വളരെ ശ്രദ്ധേയമാണ്. Now he is representing a tribe and he is being sent into to spy the land. അങ്ങനെ ആ ഒരു കുടുംബത്തിന്റെ വംശത്തിന്റെ പ്രതിനിധിയായിട്ട് യോശുവ അവനെ ഉറ്റുനോക്കുവാനായിട്ട് വിടുകയാണ്. He is assigned as a spy to be sent to the land for a tribe, as a head of a tribe. ആ വംശത്തിന്റെ തലവനായിട്ട് പ്രതിനിധിയായിട്ട് താൻ ആ കനാൻ ദേശത്തിലേക്ക് ഉറ്റുനോക്കുവാനായിട്ട് See, പോകുകയാണ്. he is a Edomite. അദ്ദേഹം ഒരു ഏദോമ്യനാണ്. But God is choosing him for spying the land. എന്നാൽ ദൈവം അവനെ ഈ രാജ്യം ഉറ്റുനോക്കുവാനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുകയാണ്. Representing which tribe? ഏത് വംശത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്? The tribe of Judah. ആ യഹൂദ ഗോത്രത്തെ A പ്രതിനിധീകരിച്ചു. Kenizzite അദ്ദേഹം ഒരു കെനീസ്യനാണ്. coming to the fold of Israel. അദ്ദേഹം ഇസ്രായേലിലേക്ക് വരുന്നു. Coming to the fold to the family of Israel. ഇസ്രായേൽ മക്കളുടെ കുടുംബങ്ങളിലേക്ക് താൻ വരുന്നു. And he is being adopted into the tribe of Judah to spy the land. ആ യഹൂദ ഗോത്രത്തിന്റെ പ്രതിനിധിയായിട്ട് താൻ ആ ദേശം ഉറ്റുനോക്കുവാൻ. See how God functions in a marvelous way. എത്ര അതിശയകരമായ നിലയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. God is preparing a leader for Israel. ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒരു നേതാവിനെ ഇവിടെ And തിരഞ്ഞെടുത്തിരിക്കുന്നു. he is sending us as a spy to the land, to the promised land. ആ വാഗ്ദത്ത ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി അദ്ദേഹത്തെ വിടുകയാണ്. From where? From the tribe of Judah, from the family of Edom, from family of Kenaz. കെനീസ്യനായ ആ കെനീസ്യ കുടുംബത്തിൽപ്പെട്ടവനെ ദൈവം Now തിരഞ്ഞെടുക്കുകയാണ്. there are a lot of stories behind it. I will just mention one and I will go ahead. അനേക കഥകൾ അതുമായി ബന്ധപ്പെട്ടുണ്ട്. ഒന്ന് മാത്രം പറഞ്ഞ് മുന്നോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. It is being taught from the Bible scholars that either his father or mother is from the tribe of Judah when they were in the land of Egypt. അവിടെ വേദപണ്ഡിതന്മാർ പറയുന്നത് ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാതാവോ പിതാവോ യഹൂദ ഗോത്രത്തിൽപ്പെട്ടവരായിരിക്കും എന്ന് കരുതപ്പെടുന്നു. Because a person who is not from the tribe of Israel, he cannot be sent as a spy to the land to spy the land. കാരണം ഇസ്രായേൽ ഗോത്രങ്ങൾ പെടാത്ത ഒരു വ്യക്തിയെ ആ വാഗ്ദത്ത ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി ഒരിക്കലും തിരഞ്ഞെടുക്കുകയില്ല. Now that's why Joshua says you and me. He is separating both of them. അതുകൊണ്ടാണ് കാലേബ് ഇവിടെ പറയുന്നത് ഞാനും നീയും എന്നത്. See, there's a man getting prepared for a great mission. ഇവിടെ വലിയ ഒരു പ്രവർത്തനത്തിനായിട്ട് ഒരു മനുഷ്യൻ തയ്യാറെടുക്കുകയാണ്. You know, he is very clear about his call. അദ്ദേഹത്തിന്റെ വിളിയെക്കുറിച്ച് തനിക്ക് വലിയ ഉറപ്പുണ്ട്. You know what is his age now? എന്താണ് കാലേബിന്റെ പ്രായം എന്ന് പറയുന്നത്? His age of 85. അവന് 85 വയസ്സായി. Now what he says? എന്താണ് അവൻ പറയുന്നത്? I want to win the mountain. ആ മലകളെ പർവ്വതങ്ങളെ എനിക്ക് കീഴടക്കണം. At the age of 85 he says I want to climb the mountain and win for the Lord.
85-ാം വയസ്സിൽ കാലേബ് പറയുകയാണ്, പർവ്വതങ്ങളിലേക്ക് കടന്നു ചെന്ന് എനിക്കതിനെ കീഴടക്കണം. At the age of 40 itself, all pains will start. 40-ാം വയസ്സിൽ തന്നെ വലിയ വേദനകൾ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരും. Leg pain, കാലുവേദന, back pain, നടുവേദന, stomach pain, വയറുവേദന, head pain, തലവേദന, all pain. എല്ലാ വേദനകളും കടന്നു വരും. And this man says, I want to climb the mountain. എന്നാൽ ഇവിടെ 85 വയസ്സുകാരൻ പറയുകയാണ്, എനിക്ക് മലകളെ കീഴടക്കണം. We cannot climb 5 steps here. ഇവിടെ 5 പടികൾ കയറുവാനായിട്ട് നാം ബുദ്ധിമുട്ടുകയാണ്. You know, that was his commitment and determination for the Lord. പ്രിയമുള്ളവരെ, അതായിരുന്നു കാലേബിന്റെ സമർപ്പണം. You know, 3 times in this portion, if you read it very carefully, because of lack of time, I'm not going to read, but you should read the portion at least 5 times, 4 times here, and 1 time in Deuteronomy, a very special phrase is used. ഇവിടെ തന്നെ ഈ അധ്യായത്തിൽ തന്നെ 4 പ്രാവശ്യവും അതുപോലെ ആവർത്തന പുസ്തകത്തിൽ 1 പ്രാവശ്യവും ഒരു പ്രത്യേക പദം ആവർത്തിച്ച് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. Now, verse 8. 8-ാം വാക്യം, Read. എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിൻ്റെ ഹൃദയം ഉരുക്കുമാറാക്കി, ഞാനോ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. I wholly followed the Lord. ഞാൻ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. Verse 9. 9-ാം വാക്യം, Last portion. അതിൻ്റെ അവസാനത്തെ ഭാഗം, You have wholly followed the Lord my God. മലയാളത്തിൽ ആദ്യ ഭാഗമാണ്, നീ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്. Verse 14. 14-ാം വാക്യം, Last part. അവസാന ഭാഗം, He wholly followed the Lord God of Israel. ദൈവമായ യഹോവയെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്. See, fully following the Lord. പൂർണ്ണമായി യഹോവയായ ദൈവത്തെ താൻ പറ്റി നിന്നു. He was very clear regarding his call. തന്റെ വിളിയെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം He തനിക്കുണ്ടായിരുന്നു. knew who called him. ആരാണ് തന്നെ വിളിച്ചിരിക്കുന്നതെന്നുള്ള പൂർണ്ണ ബോധ്യം He was തനിക്കുണ്ടായിരുന്നു. definite about his dedication and the commitment. കർത്താവിനോടുള്ള സമർപ്പണത്തിലും ആശ്രയത്തിലും താൻ ഉറച്ചു നിന്നു. No, he was just going forward to win the mountain for the Lord. ആ മലകളെ കർത്താവിന് വേണ്ടി കീഴടക്കുവാൻ വേണ്ടി താൻ തയ്യാറെടുക്കുകയാണ്. You know, we were singing the songs, beautiful songs. അനുഗ്രഹീതമായ ഗാനങ്ങൾ നാം The കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. nutshell of the songs were, oh Lord, you should increase, I should decrease. How much you have loved us, and what worthiness do we have to have that love? അതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്, യഹോവേ നീയോ വളരണം, ഞാനോ കുറയണം, ഞങ്ങളോടുള്ള സ്നേഹം അത് എത്രയും വലുതാണ്. Are we worthy for it? ഞാൻ അതിന് ഒരിക്കലും യോഗ്യനല്ല. We have a call from the God. എന്നാൽ ദൈവത്തിൽ നിന്ന് നമുക്ക് ഒരു വിളിയുണ്ട്. Ephesians chapter 4. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് What does Paul says there in verse 1? അവിടെ 1-ാം വാക്യത്തിൽ എന്താണ് പൗലോസ് പറയുന്നത്? Yeah, please read. കർത്തൃ സേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും. You have a call and walk worthy of the call. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണം. You know, God has called us for a purpose. ഒരു പ്രത്യേക നിയോഗത്തിനായിട്ടാണ് ദൈവം നമ്മളെല്ലാവരെയും വിളിച്ചിരിക്കുന്നത്. We are not simply placed in this world for some other worldly purpose. ലോകപരമായ എന്തെങ്കിലും കാര്യത്തിനല്ല ദൈവം നമ്മളെ ഇവിടെ ആക്കി If വെച്ചിരിക്കുന്നത്. God has kept you in this world, it is for a purpose. ദൈവം നമ്മളെ ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന ഒരു ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. Now Paul says in Ephesians 4, എഫേസ്യർ 4-ൽ പൗലോസ് ഇപ്രകാരം പറയുന്നു, that I have received a heavenly calling and I walk and I do the ministry according to that call. എനിക്ക് ഒരു സ്വർഗീയ വിളി ലഭിച്ചിരിക്കുന്നു, അതിന് യോഗ്യമാം വണ്ണമാണ് ഞാൻ Now നടക്കുന്നത്. where is Paul? പൗലോസ് എവിടെയാണ്? He's in jail. താൻ കാരാഗ്രഹത്തിലാണ്. He's in chains. താൻ ചെങ്ങലകളാൽ He's in ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. താൻ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. His hands and leg are bleeding. ആ മുറിവുകൾ തനിക്കുണ്ട്. And the joy of his heart is that I am doing the service of God. എന്നാൽ അതേസമയം കർത്താവിന് വേണ്ടി ഞാൻ ശുശ്രൂഷിക്കുന്നു എന്നതോർത്ത് താൻ സന്തോഷിക്കുകയാണ്. Because he has called me. കാരണം കർത്താവാണ് തന്നെ വിളിച്ചിരിക്കുന്നത്. God is preparing a man. അവിടെ ദൈവം ഒരു വ്യക്തിയെ
ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. God, for his great ministry തന്റെ വലിയ ശുശ്രൂഷകൾക്കായിട്ട് ദൈവം and ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. sending out with great mission. വലിയ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം തന്നെ വിടുകയാണ്. Caleb is prepared by God. കാലേബിനെ ദൈവം He is ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. called by God. കാലേബിനെ ദൈവം വിളിച്ചു. He is being brought from another family and joined to the family of Israel and being used by God. മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഇസ്രായേൽ ഗോത്രത്തിലേക്ക് അവനെ വിളിച്ച് വേർതിരിച്ച് ദൈവം അവനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. Now what does it say there in verse, if we continue there in those verses, we find his ministry. താഴോട്ട് വായിക്കുമ്പോൾ കാലേബിന്റെ ശുശ്രൂഷകളെ പറ്റി നമുക്ക് കാണാൻ Now when you come to സാധിക്കും. verse 12, 12-ാം വാക്യം നമുക്ക് now വായിക്കാം. therefore give me this mountain. ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. Yeah, give me this mountain. ഈ മല ഇപ്പോൾ എനിക്ക് തരിക. That is my ministry. That is my ultimate mission for which I am heading towards. അതാണ് എന്നെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ നിയോഗം. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. Philippians chapter 2 says, I am heading towards that goal. ഞാനൊരു ലക്ഷ്യത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ I have a കാണാൻ point to സാധിക്കും. go. പോവാനായിട്ട് ഒരു ലക്ഷ്യമുണ്ട് എനിക്ക്. Lord has kept me in this world. കർത്താവ് ഈ ഭൂമിയിൽ എന്നെ ഇവിടെ ആക്കി One who വെച്ചിരിക്കുന്നു. has joined me in a new covenant. ഒരു പുതിയ നിയമത്തിന് കീഴിൽ എന്നെ ആക്കി One who വെച്ചിരിക്കുന്നു. has purchased me. എന്നെ വിലയ്ക്ക് And വാങ്ങിയിരിക്കുകയാണ്. I always say one thing. ഒരു കാര്യം ഓർപ്പിക്കുവാനായിട്ട് When we come ആഗ്രഹിക്കുന്നു. for Lord's table, ആ കർത്തൃമേശയിലേക്ക് നാം കൈനീട്ടുമ്പോൾ remember it is Lord's table. അത് കർത്തൃമേശയാണ് എന്ന് നാം God has ഓർക്കുക. prepared it അത് ദൈവം ഒരുക്കിയിരിക്കുകയാണ്. with the symbols of his body and blood. ആ തന്റെ ശരീരത്തെയും രക്തത്തെയും അത് ഓർമ്മിപ്പിക്കുന്നു. When the bread is broken, it shows that body of Christ is broken for us. ആ അപ്പം മുറിക്കപ്പെടുമ്പോൾ അത് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട തന്റെ ശരീരത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. But when the cup is taken, എന്നാൽ പാനപാത്രം എടുക്കുമ്പോൾ what does Paul say there? What does Christ say? കർത്താവ് എന്താണ് പറയുന്നത്? Do this remembrance of me? No, he makes a statement there. He says, this cup is a new covenant in my blood. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള പുതിയ നിയമം ആകുന്നു. A new covenant. അതൊരു പുതിയ നിയമമാണ്. If there is a new covenant, there should be old covenant. ഒരു പുതിയ നിയമമുണ്ടെങ്കിൽ പഴയ നിയമവും ഉണ്ട്. Now what is a new covenant? എന്താണ് പുതിയ നിയമം? And what is an old covenant? എന്താണ് പഴയ നിയമം? When you come to the book of Jeremiah chapter 31, യെരമ്യാ പ്രവചനം 31-ാം അധ്യായത്തിലേക്ക് കടന്നു we will not വരുമ്പോൾ read, I will just mention and go ahead. അതൊന്ന് പരാമർശിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് If you read ആഗ്രഹിക്കുന്നു. verse 30, Jeremiah chapter 31 and verse 30, it says like this: 31:30 ഇങ്ങനെയാണ് വായിക്കുന്നത്. every man should die for his own iniquity. ഓരോരുത്തൻ താന്റെ അകൃത്യം നിമിത്തമത്രേ മരിക്കുന്നത്. That is the old covenant. അതാണ് പഴയ നിയമം എന്ന് Every പറയുന്നത്. man should die for his own iniquity. ഓരോരുത്തൻ താന്റെ അതിക്രമങ്ങൾ നിമിത്തം But മരിക്കണം. now what is the new covenant? എന്നാൽ പുതിയ നിയമം എന്താണ്? Now if you read from verse 31 to 34, we will not be read 34 last part. 34-ന്റെ അവസാന ഭാഗം നമുക്കൊന്ന് വായിക്കാം. He will no more remember our sins. He has forgotten our sins. ഞാൻ അവരുടെ അകൃത്യം മോചിപ്പിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ That അരുളപ്പാട്. is the new covenant. അതാണ് പുതിയ നിയമം. When you എന്ന് പറയുന്നത്. partake from the Lord's table and when you take the cup, remember that your sins are forgiven and forgotten by Lord forever and ever. നാം കർത്തൃമേശയിൽ പങ്കാളികളാകുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അകൃത്യങ്ങളൊക്കെ ദൈവം മറന്നു കളഞ്ഞിരിക്കുന്നു. That is the time when we understand how we are related to our God in our life. അങ്ങനെ എപ്രകാരമാണ് നാം ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നാം ഓർക്കണം. It is not simply coming on Sunday morning and breaking bread and drinking wine and going home. അത് വെറുതെ ഒരു അനുഷ്ഠാനമായി തീരരുത്. It has a meaning. അതിനൊരു അർത്ഥമുണ്ട്. It is a remembrance of relationship. അതൊരു കൂട്ടായ്മ ബന്ധത്തിന്റെ The ഓർമ്മപ്പെടുത്തൽ. relationship which is being done with the cost of a blood of a person അത് രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു കൂട്ടായ്മ who has ബന്ധമാണ്. called you and me. ആ രക്തത്താൽ എന്നെയും നിങ്ങളെയും വിളിച്ച് He has വേർതിരിച്ചിരിക്കുന്നു. called you and me.
എന്നെ നിങ്ങളെയും ദൈവം വിളിച്ച് He has വേർതിരിച്ചിരിക്കുന്നു. saved us. നമ്മളെ എല്ലാവരെയും He has രക്ഷിച്ചിരിക്കുന്നു. kept us in the family. ആ കുടുംബത്തിൽ ദൈവത്തിന്റെ കുടുംബത്തിൽ നമ്മളെ He has തിരഞ്ഞെടുത്തിരിക്കുന്നു. given us a church. ഒരു സഭ നമുക്ക് തന്നിരിക്കുന്നു. Now he has gone home preparing a place for us. നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കുവാൻ വേണ്ടി കർത്താവ് പോയി. Now he will come back. അവൻ എത്രയും വേഗം മടങ്ങി വരും. He will take us to his home. ആ ഭവനത്തിലേക്ക് നമ്മെ ചേർക്കും. Everything he is doing. അത് എല്ലാം കർത്താവ് തന്നെയാണ് ചെയ്യുന്നത്. What is our role? എന്താണ് നമ്മുടെ ഉത്തരവാദിത്വം? Remembering him and worshiping him. ആ കാര്യങ്ങൾ ഓർത്ത് അവനെ ആരാധിക്കുക എന്നത്. Understanding the call of God in a life and fulfilling the purpose of God in this world. ദൈവത്തിന്റെ വിളി മനസ്സിലാക്കി അത് നിറവേറ്റുക എന്നതാണ് നമ്മുടെ ദൗത്യം. There is a man getting prepared. ഇവിടെ ഒരു മനുഷ്യൻ ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. There is a mission to go ahead. ഒരു വലിയ നിയോഗം അദ്ദേഹത്തിനുണ്ട്. Now he has a great ministry. വലിയ ഒരു ശുശ്രൂഷയും You തനിക്കുണ്ട്. know what is a ministry? എന്താണ് തന്റെ ശുശ്രൂഷ? In verse 10, if you read verse 10. 10-ാം വാക്യം നാം വായിക്കുകയാണെങ്കിൽ, Yes. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരത്തോളം എന്നെ ഇതാ താൻ അരുളി ചെയ്തിരുന്നത് പോലെ ജീവനോടെ വെച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. Verse 11. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോവുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു. My ministry is to stretch out. പടവെട്ടുവാൻ തക്കവണ്ണമാണ് എൻ്റെ ശുശ്രൂഷയെന്ന് കാലേബ് പറയുന്നു. Extend the ministry, the boundaries of ministry. അതിരുകൾ വിസ്തീർണമാക്കുക എന്നതാണ് തൻ്റെ ദൗത്യം. I mean, I've got the same strength at the age of 45 what I have. 40 വയസ്സിലുള്ള അതേ ആരോഗ്യം എനിക്കിപ്പോൾ ഉണ്ട്. I have that vision for the ministry of God. ശുശ്രൂഷകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എനിക്കുണ്ട്. The burden for the work of God. വലിയ ഭാരം എനിക്കുണ്ട്. Going ahead to work for the Lord. അങ്ങനെ ആ കാഴ്ചപ്പാടോടെ താൻ മുന്നോട്ട് പോവുകയാണ്. There is a man who is prepared. ഒരു മനുഷ്യൻ ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. He is prepared with a mission to go ahead. ഒരു നിയോഗം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. To achieve that mission, he has a ministry. ആ നിയോഗം അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ തക്കവണ്ണം ഒരു ശുശ്രൂഷ തനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. Philippians chapter 4 it says, I can do all things through Christ who strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് ഫിലിപ്പ് ലേഖനത്തിൽ നാം വായിക്കുന്നു. Caleb says, I have got the strength which I received from the Lord, for he has chosen me for a great work. കാലേബ് പറയുകയാണ്, കർത്താവ് എനിക്ക് എല്ലാ ശക്തിയും തന്നിരിക്കുന്നു, അത് ഉപയോഗിച്ച് ഞാൻ തന്റെ ഹിതം ഇവിടെ നിവർത്തിക്കും. We have a great example of a great man of God. ഒരു വലിയ ദൈവദാസന്റെ വലിയൊരു മാതൃകയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. Finally we find he got that mountain, he won that mountain. ഒടുവിൽ നാം കാണുന്നത് താൻ ആ മലകളെ കീഴടക്കി എന്നുള്ളതാണ്. Mission accomplished. ആ നിയോഗം താൻ പൂർത്തീകരിച്ചു. His purpose of life accomplished. തന്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശ്യം താൻ നിറവേറ്റി. He won that mountain for his inheritance. തന്റെ ദൈവം വാഗ്ദാനം ചെയ്ത ആ മലകളെ താൻ സ്വന്തമാക്കി. And he worked for the Lord. അങ്ങനെ കർത്താവിന് വേണ്ടി താൻ പ്രവർത്തിച്ചു. The call he received. ആ വിളി താൻ സ്വീകരിച്ചു. He went out, he ventured into the ministry with bringing in a right report when there were 10 people with doubt. 10 മനുഷ്യർ സംശയത്തോടെ കടന്നു വന്നപ്പോൾ ഒരു സംശയവുമില്ലാതെ കൃത്യമായ ഒരു റിപ്പോർട്ടുമായിട്ട് താൻ തിരിച്ചു വന്നു. You know, we live in a world of doubts. ഒരു സംശയത്തിന്റെ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. Yeah, we very much live in a world of doubts. വളരെ സംശയങ്ങളുള്ള ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. You know, one person was saying like this. ഒരു മനുഷ്യൻ ഇപ്രകാരം പറയുകയുണ്ടായി, that I have no tension. എനിക്ക് യാതൊരു ടെൻഷനുമില്ല. No tension in my life. എൻ്റെ ജീവിതത്തിൽ എനിക്ക് യാതൊരു ടെൻഷനുമില്ല. But he said one thing finally. എന്നാൽ ഒടുവിൽ താൻ ഇപ്രകാരം പറഞ്ഞു, because I have no tension, that is the greatest tension. എനിക്ക് യാതൊരു ടെൻഷനും ഇല്ലാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുകയുണ്ടായി. You know, we live in this world with a lot of doubts. We doubt each other.
നാം അന്യോന്യം സംശയിച്ചുകൊണ്ടാണ് പലപ്പോഴും ജീവിക്കുന്നത്. You know, world is not so easy. ഈ ലോകമെന്ന് പറയുന്നത് ആ ജീവിതം വളരെ എളുപ്പമല്ല. Thousands of questions. അനേക ചോദ്യങ്ങൾ. And if it is a family, wives will ask questions after questions. കുടുംബമാണെങ്കിൽ ഭാര്യമാർ അനേക ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. You know, I was reading somewhere. ഒരു ഭാഗത്ത് ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്. Somebody asked a question. ഒരു മനുഷ്യൻ ഒരു ചോദ്യം ചോദിച്ചു. Which is the most dangerous word in English alphabets? ഇംഗ്ലീഷിലെ ഏറ്റവും അപകടകരമായ വാക്ക് ഏതാണ്? So finally he said, the person thought for some time. അദ്ദേഹം കുറച്ചു നേരം ചിന്തിച്ചതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു. He said, no, he couldn't answer that. അത് തനിക്ക് ഉത്തരം പറയാനായിട്ട് സാധിച്ചു. The person who asked the question said like this. ചോദ്യം ചോദിച്ച മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു. The most dangerous word in English is W. W is the most dangerous word because lot of questions start with W and it's always start with the person with W only, woman or a wife. പലപ്പോഴും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആ അക്ഷരം വെച്ച് തുടങ്ങുന്ന ഭാര്യ അല്ലെങ്കിൽ സ്ത്രീയാണ്. Problems, difficulties are there. പ്രശ്നങ്ങൾ എപ്പോഴുമുണ്ട്. We have lot of challenges. അനേക വെല്ലുവിളികളുണ്ട്. We have lot of problems in this world. നമുക്ക് വളരെ പ്രശ്നങ്ങളുണ്ട്. No, there are so much of things which happen in lives even we cannot share with each other. പല കാര്യങ്ങളും നമുക്ക് അന്യോന്യം പങ്കുവയ്ക്കുവാൻ പോലും സാധ്യമല്ല. You know, but only one thing which is permanent, which is to be focused more, is towards the call of God in a life. Are we able to accomplish that? എന്നാൽ എന്നേക്കും നിലനിൽക്കുന്നതായ ഒരു കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെതായിട്ടുള്ള വിളിയാണ്. അത് നമുക്ക് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും. Are we able to accomplish the call of God in a life even when we are in this world sitting here? ഇവിടെ നാം ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ദൗത്യം നിറവേറ്റുവാനായിട്ട് സാധിക്കും. Why we are here? എന്തിനാണ് നാം ഇവിടെ ആയിരിക്കുന്നത്? What is the purpose of my life? എന്താണ് എൻ്റെ ജീവിതത്തിന്റെ ഉദ്ദേശം? What God demands from my life? എന്താണ് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്? Have you ever sat and thought about it? അത് എപ്പോഴെങ്കിലും നിങ്ങൾ ഗൗരവമായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ? What is the mission and vision of my life for the Lord? എന്താണ് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാഴ്ചപ്പാടും എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ദൗത്യവും എന്ന് പറയുന്നത്? Paul says, പൗലോസ് ഇപ്രകാരം പറയുന്നു, I walk according to the call which I have received. ഞാൻ എന്നെ വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കുന്നു. I walk worthy of the call which I have received. എനിക്ക് ലഭിച്ച വിളിക്ക് യോഗ്യമാം വണ്ണം ഞാൻ നടക്കുന്നു. Again Paul says in Philippians chapter 1 and verse 27, walk worthy according to the gospel of Christ. അവിടെ ഫിലിപ്പിയ ലേഖനത്തിൽ നാം വായിക്കുന്നു, സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം നാം നടക്കണം. Walk according to the gospel of Christ. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം. Gospel of God. I'm sorry, gospel of God. ദൈവത്തിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം നാം നടക്കണം. What is gospel? എന്താണ് സുവിശേഷം എന്ന് പറയുന്നത്? Jesus Christ. കർത്താവായ യേശുക്രിസ്തു. Walk according to him. അവനനുസരിച്ച് നടക്കണം. Romans chapter 13 last verse if you read, put on Christ. റോമാലേഖനം 13-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, നാം ക്രിസ്തുവിനെ ധരിക്കണം. Put on Christ. ക്രിസ്തുവിനെ നാം ധരിക്കുന്നവരായി തീരണം. We are the epistles of Christ. നാം കർത്താവിന്റെ epistles of Christ. കർത്താവിന്റെ ലേഖനങ്ങളാണ്. We are the ambassadors of Christ. നാം കർത്താവിന്റെ ambassadors ആണ്. See what all position Lord has given and kept us in this world. എന്തെല്ലാം പദവികളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. God has a purpose. ദൈവത്തിന് ഒരു ഉദ്ദേശ്യമുണ്ട്. Are we able to do that? അത് തികയ്ക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? How many years we are going to live in this world? ഇനി എത്ര നാളാണ് നാം ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് പോകുന്നത്? No, how many years can we live in this world? എത്ര നാൾ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും? Psalm number 90 says 70, 80, if you can stretch more, problems, difficulties, pain. സങ്കീർത്തനങ്ങൾ 90-ൽ നാം ഇപ്രകാരം പറയുന്നു, മനുഷ്യന്റെ ആയുസ് 70 ഏറിയാൽ 80. Half of the life is gone. നമ്മുടെ പകുതി ജീവിതവും ഇപ്പോൾ പോയി കഴിഞ്ഞിരിക്കുകയാണ്. One more day closer to a grave. നാം ശവക്കല്ലറയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. One more day closer to a grave. ഒരു ദിവസം കൂടെ നാം അടുത്തുകൊണ്ടിരിക്കുന്നു. What mission and vision is for what I've done for my Lord?
എന്നാൽ കർത്താവിന് വേണ്ടി എന്ത് ദൗത്യമാണ് നാം Did I നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്? fulfill the ministry which Lord has given to me as I live in this world? കർത്താവ് എന്നെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ? Devans, there's a man. There's a man ഒരു മനുഷ്യനുണ്ട്, with a mission അവന് ഒരു നിയോഗമുണ്ട്, to go with the ministry. ഒരു ശുശ്രൂഷയുമായിട്ട് മുന്നോട്ട് പോകും. God has chosen us. അവനെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. God has chosen us. നമ്മെ എല്ലാവരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നു. God is preparing us. നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുക. There is a mission for our life. അതിന് ഒരു ദൗത്യമുണ്ട്. And there is a ministry for our life. നമുക്ക് ചില ശുശ്രൂഷകളുണ്ട്. What is our mission and what is our ministry? എന്താണ് നമ്മുടെ ദൗത്യം, എന്താണ് നമ്മുടെ ശുശ്രൂഷകൾ? May God help us, strengthen us with these words, and may His name be glorified. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ, ദൈവനാമം I വാഴ്ത്തപ്പെടും. thank the brethren for giving the opportunity and honoring us in this manner. ഇപ്രകാരം ഞങ്ങൾക്ക് അവസരം തന്ന ഈ ചുമതലപ്പെട്ടവരുടെ നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. Thank you very much. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്ക് ഞാനും നിങ്ങളും സാക്ഷ്യം വഹിക്കുകയായിരുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷ ആരംഭിച്ചു ഇത്രയും മനോഹരമായ നിലയിൽ പൂർത്തിയാക്കുവാൻ ദൈവം കൃപ കാണിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ പാടി കേൾക്കുന്നത് നമുക്ക് കേൾക്കാനും ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താനിടയായി. വിശേഷിച്ച് കർത്താവിൻ്റെ ദാസൻ രാജസ്ഥാനിൽ നിന്നും അൽവറിൽ നിന്നും കടന്നു വന്ന പ്രിയ എബിസോറിനും ഭാര്യയും തൻ്റെ 3 കുഞ്ഞുങ്ങളും വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്ത് ഈ ശുശ്രൂഷയിലും പങ്കെടുക്കുവാനും അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾ കടന്നു പോകുവാൻ ദൈവം സഹായിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. നമ്മെ കേൾപ്പിച്ച ദൈവത്തിൻ്റെ ശക്തമേറിയ ആലോചനകളെ നമുക്ക് വീണ്ടും ഏറ്റെടുക്കാം. വലിയ ഒരു ദൗത്യത്തോടുകൂടെ കർത്താവ് നമ്മളെ ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്നു. കർത്താവ് നമ്മളെ വേർതിരിച്ചിരിക്കുന്നു. ആർക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് തിരിച്ചറിയുവാനും കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി, സുവിശേഷീകരണത്തിന് വേണ്ടി ഇനിയും നമ്മെ കൊണ്ട് ആവുന്നിടത്തോളം അധ്വാനിക്കുവാൻ നമുക്ക് ഉത്സാഹിക്കാം. നമ്മെ തന്നെ അതിനുവേണ്ടി സമർപ്പിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും 2 അനുഗ്രഹിക്കപ്പെട്ട കഥാപാത്രങ്ങളെ നമ്മെ കേൾപ്പിക്കാനിടയായി തീർന്നു. പൗലോസും കാലേബും. വിശേഷിച്ച് 85-ാമത്തെ വയസ്സിൽ കാലേബ് തൻ്റെ മിഷൻ്റെ പുതിയ അധ്യായം വീണ്ടും തുറക്കുകയാണ്. ഇനിയും കർത്താവിന് വേണ്ടി അനേക കാര്യങ്ങൾ വെട്ടിപ്പിടിക്കുവാനുണ്ടെന്നുള്ള ആ വലിയ സമർപ്പണത്തോടു കൂടെയുള്ള തൻ്റെ ആഗ്രഹത്തെ പ്രകടമാക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം കർത്താവിന് വേണ്ടി നാം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു, കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ നമ്മെ തന്നെ നാം ഒരുക്കുന്നു എന്നുള്ളത് ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ കാലേബിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഓർക്കുകയായിരുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ ഞങ്ങളുടെ 3 സഹോദരന്മാർക്ക് രാജസ്ഥാനിലെ അൽവറിൽ പ്രിയപ്പെട്ട എബിസോനും കുടുംബമൊക്കെ താമസിക്കുന്ന സ്ഥലത്ത് പോകാനും അവിടെ പ്രിയപ്പെട്ടവരിലൂടെ കർത്താവ് ചെയ്യുന്ന വലിയ കാര്യങ്ങളെ കണ്ട് അതിശയിക്കുവാനും സന്തോഷിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്താനിടയായി തീർന്നു. തൻ്റെ പിതാവ് നമുക്കെല്ലാവർക്കും അറിയാം, ജോസഫ് അങ്കിൾ. 85 വയസ്സായില്ലെങ്കിലും 80 കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. 83 വയസ്സായ തൻ്റെ പിതാവിൻ്റെ വലിയ ചുറുചുറുപ്പ് കണ്ട് ഞങ്ങൾക്ക് അമ്പരക്കാനിടയായി തീർന്നു. കാലേബിനെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്കതാണ് മനസ്സിൽ ഓടി വന്നത്. ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ പ്രിയ ജോസഫ് അങ്കിൾ ഞങ്ങളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഒരു തരിശു ഭൂമിയാണ്, അവർക്കത് വാങ്ങിക്കാനിടയായി തീർന്നു. ആ തരിശു ഭൂമിയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞ് ഇവിടെ ഒരു മിഷൻ സ്കൂള് കെട്ടിപ്പോക്കണം. രാജസ്ഥാനിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്ന സുവിശേഷകന്മാരുടെ മക്കളെ സൗജന്യമായിട്ട് താമസിപ്പിച്ച് പഠിപ്പിച്ച് ആ നിലയിൽ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമതല വഹിക്കുന്ന ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹവും ഇപ്പോഴും തൻ്റെ മനസ്സിലുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ചെറുപ്പക്കാരായ നമുക്ക് എന്തുമാത്രം കർത്താവിന് വേണ്ടി ഇനിയും ചെയ്യാനും അധ്വാനിക്കാനും ചെലവഴിക്കാനും ഉണ്ടെന്നുള്ളത് ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഒരു പ്രത്യാശയുടെ ഗാനം കൂടെ പാടിക്കേൾക്കാം. കൊട്ടാരക്കരയിലെ കർത്താവിൻ്റെ ദാസൻ സന്തോഷ് മാത്യു അവറുകൾ ഒരു ഗാനം കൂടെ നമുക്ക് വേണ്ടി പാടി കേൾപ്പിക്കുന്നതായിരിക്കും. അതിനുശേഷം മാമൻ കുര്യൻ അങ്കിൾ മുമ്പോട്ട് കടന്നു വന്ന് നന്ദിയുടെ ചില വാക്കുകൾ രേഖപ്പെടുത്തുന്നതായിരിക്കും. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം.
ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. എനിക്കായി മരിച്ചുയർത്ത യേശുവിനെ കണ്ടു ഞാൻ ഹല്ലേലൂയാ ഗീതം പാടി സ്തുതിക്കും. എനിക്കായി മരിച്ചുയർത്ത യേശുവിനെ കണ്ടു ഞാൻ ഹല്ലേലൂയാ ഗീതം പാടി സ്തുതിക്കും. എനിക്കായി ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. എനിക്കായി ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. കോടാകോടി ശുദ്ധന്മാർ സ്വർഗനാട്ടിലന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ, കോടാകോടി ശുദ്ധന്മാർ സ്വർഗനാട്ടിലന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ, രാപ്പകലെന്നെ കർത്താവി കർത്തനെ ഞാനും കണ്ടാരാധിച്ചിടും. രാപ്പകലെന്നെ കർത്താവി കർത്തനെ ഞാനും കണ്ടാരാധിച്ചിടും. അന്ന് ഞാനും കണ്ടാരാധിച്ചിടും. എനിക്കായി ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. എനിക്കായി ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. നാളുകൾ നീളുകയില്ല യേശുവിൻ വരവിനായി. കാലങ്ങളേറെയില്ല നാളുകൾ നീളുകയില്ല യേശുവിൻ വരവിനായി. അന്ത്യനാളുകളാണെന്നറിഞ്ഞു നാമും ഒരുങ്ങിയുണർന്നിരിക്കാം. അന്ത്യനാളുകളാണെന്നറിഞ്ഞു നാമും ഒരുങ്ങിയുണർന്നിരിക്കാം. എന്നും ഒരുങ്ങിയുണർന്നിരിക്കാം. എനിക്കായി ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. എനിക്കായി ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. വിശ്വാസം കാത്ത് ഓട്ടം തികച്ച് സ്വർഗേ വിരുദിനായി. വിശ്വാസം കാത്ത് ഓട്ടം തികച്ച് സ്വർഗേ വിരുദിനായി. പറന്നിടും ഞാൻ മറുരൂപമായി പ്രാണപ്രിയൻ വരവേ. പറന്നിടും ഞാൻ മറുരൂപമായി പ്രാണപ്രിയൻ വരവേ. എൻ്റെ പ്രാണപ്രിയൻ വരവേ. എനിക്കായി ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. എനിക്കായി ഒരുക്കുന്ന സ്വർഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. എനിക്കായി
മരിച്ചുയർത്ത യേശുവിനെ കണ്ടു ഞാൻ. ഹല്ലേലൂയ ഗീതം പാടി സ്തുതിക്കും. എനിക്കായി മരിച്ചുയർത്ത യേശുവിനെ കണ്ടു ഞാൻ. ഹല്ലേലൂയ ഗീതം പാടി സ്തുതിക്കും. എനിക്കായി ഒരുക്കുന്ന സ്വർഗ്ഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. എനിക്കായി ഒരുക്കുന്ന സ്വർഗ്ഗവീട്ടിൽ എന്നെ ചേർപ്പാനായി പ്രിയൻ വരുമേ. ദൈവനാമത്തിന് വീണ്ടും നന്ദി കരയറ്റുകയാണ്. ഈ ഞായറാഴ്ച വൈകുന്നേര സമയം ദൈവസന്നിധിയിലിരുന്ന് മനോഹരമായ പാട്ടുകൾ കേൾക്കുവാനും അതിനുശേഷം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാനുമെല്ലാം ദൈവം എന്നും നമ്മളോട് കരുണ കാണിച്ചു. ഇത്രയും പേർക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അനുകൂലമായ സാഹചര്യം ദൈവം ഒരുക്കി. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ ഞങ്ങളുടെ സ്നേഹത്തെയും നന്ദിയെയും ഈ സമയത്ത് അറിയിക്കുകയാണ്. തുടർന്നും ട്രിവാൻഡ്രം ബ്രദറൻ ഫെലോഷിപ്പ് എന്ന ഈ പേരിൽ അറിയപ്പെടുന്ന ഈ മിനിസ്ട്രി ഓർത്ത് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. ഇതുമൂലം അനേക പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും പുതിയതായിട്ട് കടന്നു വരുന്നവർക്ക് കൂടുതൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും എല്ലാം ഈ മിനിസ്ട്രി മൂലം ദൈവം അനേക കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ മിനിസ്ട്രി ഓർക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് രാജസ്ഥാൻ ആൽവാറിൽ നിന്ന് പ്രിയ കർത്തൃദാസൻ എബി ജോസഫ് അവറുകൾ കുടുംബമായിട്ടാണ് നമ്മുടെ മധ്യേ ഇന്ന് കടന്നു വന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആൽവാറിൽ നിന്ന് കേരളത്തിലോട്ട് വരണമെങ്കിൽ എത്ര ദൂരമുണ്ടെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങളെല്ലാം കടന്നു ചെല്ലണമെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു 3000 കിലോമീറ്റർ അവർ യാത്ര ചെയ്താണ് പ്രിയപ്പെട്ടവർ ഇവിടെ കടന്നു വന്നത്. വാഹനം ഓടിക്കുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ കൃപ ധാരാളമായിട്ട് പ്രിയപ്പെട്ടവർക്ക് അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തി. നാട്ടിൽ കടന്നു വന്ന് തിരിച്ചു പോവുക എന്ന് മാത്രമല്ല ആ പ്രിയപ്പെട്ടവരുടെ ഉദ്ദേശമായിരുന്നത്. ഞാനിവിടെ ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് പ്രിയ കുടുംബം ഇവിടെ കടന്നു വന്ന് നമ്മുടെ കൂടെ ഇന്ന് ഇങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിയത്. ദൈവമെങ്കിൽ പ്രിയപ്പെട്ടവർ കുടുംബമായിട്ട് കാറിൽ തന്നെ നാളെ രാജസ്ഥാനിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ യാത്രയുടെ അനുഗ്രഹത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ഗാനങ്ങൾ ആലപിച്ച പ്രിയ സഹോദരി മജീവിന് വേണ്ടിയും ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ എഴുതുന്ന ഒരു സഹോദരിയാണ്. ട്യൂൺ ചെയ്യാനും പാടുവാനും എല്ലാ കഴിവുകളും പ്രിയ സഹോദരിക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 കുഞ്ഞുങ്ങളെയും പ്രിയ സഹോദരി അതിനുവേണ്ടി ട്രെയിൻ ചെയ്ത് ജോയനെയും അതുപോലെ ജോയലിനെയും അതിനുവേണ്ടി ട്രെയിൻ ചെയ്ത് ദൈവത്തെ പാടി സ്തുതിക്കുന്ന പാട്ടുകൾ പാടുവാൻ ആ കുടുംബം ആ കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിക്കുന്നുണ്ട്. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അതുപോലെ കൊട്ടാരക്കരയിൽ നിന്ന് കടന്നു വന്ന പ്രിയ സഹോദരൻ സന്തോഷ് മാത്യു അവറുകളും അതുപോലെ പ്രിയ മകൾ അക്സയും വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ പാട്ടുകൾ പാടുവാൻ തക്കവണ്ണം ദൈവം എന്ന് ഇടവരുത്തി. അവർ പ്രിയപ്പെട്ടവർക്കെല്ലാം എൻ്റെ TVFൻ്റെ നാമത്തിൽ ഞങ്ങളുടെ നന്ദിയെയും സ്നേഹത്തെയും ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. നമുക്കിപ്പോൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിനായിട്ട് പ്രിയ കർത്തൃദാസൻ പേരൂർക്കടയിൽ ഉള്ള ജേക്കബ് അങ്കിൾ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഇന്ന് യോഗം നമുക്ക് പിരിയാം. അതിനായിട്ട് പ്രിയ സഹോദരൻ ജേക്കബ് അങ്കിളിനെ ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയത്ത് കർത്താവ് തിരുനാമത്തിന് കൂടി വരുവാനും കർത്താവെ നിൻ്റെ വചനം കേൾപ്പാനും പാട്ടുകൾ പാടുവാനും എല്ലാം തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. കർത്താവെ പാട്ടുകൾ പാടിയ നിൻ്റെ മക്കളെ എല്ലാം കർത്താവെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവർക്ക് കൊടുത്തിരിക്കുന്ന ഈ വലിയ താലന്ത് കർത്താവെ അധികമായിട്ട് ദൈവരാജ്യത്തിൽ മഹത്വപ്പെടുവാൻ തക്കണം കർത്താവരെ സഹായിച്ച് അനുഗ്രഹിക്കണമേ.
കർത്താവെ ഞങ്ങൾക്ക് വനന്ദനായ ദാസനെയും കർത്താവെ കുടുംബമായിട്ട് അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്ന ദേശത്ത് കർത്താവിൻ്റെ വേലയിലായിരിക്കുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടുന്ന നന്മകളും കർത്താവിൻ്റെ ശക്തിയും ബലവും എല്ലാം അധികമായിട്ട് അവർക്ക് അനുഭവിപ്പാൻ തക്കണം കർത്താവ് കൃപയിലുമാറാകണമേ. കർത്താവ് ആ ദേശങ്ങളിൽ അവർ കർത്താവെ സുവിശേഷത്തിൻ്റെ പ്രതി അനുഭവിക്കുന്നതായ പ്രയാസങ്ങളും എല്ലാം ഞങ്ങൾ കേൾക്കുവാൻ ഇടയായി കർത്താവെ. അവിടെ എല്ലാം കർത്താവെ നിൻ്റെ നാമമഹത്വത്തിനായിട്ട് കർത്താവെ അനേകരെ കർത്താവിൻ്റെ വേലയിലേക്ക് ഇറങ്ങുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ. കർത്താവെ കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. കർത്താവ് കൊയ്ത്തിനായിട്ട് അനേകരെ കർത്താവ് ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ നോർത്ത് ഇന്ത്യയുടെ ഭാഗങ്ങളിലെല്ലാം കർത്താവെ നിൻ്റെ നാമം അധികമായിട്ട് കർത്താവെ അനേകർ കേൾക്കുവാനും കർത്താവിലേക്ക് തിരിയുവാനും തക്കവണ്ണം കർത്താവെ അവിടുന്ന് സഹായിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് തന്നെ നല്ല ഈ സായങ്കാലം സമയത്ത് കർത്താവിൻ്റെ വചനം കേൾപ്പാനും കർത്താവെ ഞങ്ങൾക്ക് പാട്ടുകൾ കേൾപ്പാനും എല്ലാം കർത്താവ് നൽകിയ സമയത്തിനായി സ്തോത്രം. കർത്താവെ ഞങ്ങൾ കേട്ടതുപോലെ കർത്താവെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തം ഞങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവെ അത് അതിനായിട്ട് ഞങ്ങൾ വേല ചെയ്യുന്നവരായി തീരുവാൻ തക്കവണ്ണം, കർത്താവെ ബന്ധപ്പെടുന്നവരായി തീരുവാൻ തക്കവണ്ണം കർത്താവെ നീ ഒരുക്കിയിരിക്കുന്ന ആ കർത്താവിൻ്റെ ആ വേല കർത്താവെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് കർത്താവെ ഞങ്ങൾക്ക് അതിനായിട്ട് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ ക്രമീകരിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ദിനംതോറും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ TBFൻ്റെ വേലകളെ അനുഗ്രഹിക്കണമേ. ഈ ദേശത്ത് അനേകർ കർത്താവിൻ്റെ വചനം കേൾപ്പാനും കർത്താവെ ഈ സ്ഥലത്ത് കർത്താവെ എല്ലാ ഞായറാഴ്ചയും നടക്കുന്ന ഈ മീറ്റിംഗ് അനേകപ്രദമാകുവായി തീരുവാനും തക്കവണ്ണം കർത്താവ് സഹായിക്കണം. കർത്താവെ അനേകർ കർത്താവിനെ അറിയുവാൻ ഈ വേലയിൽ കൂടെ കർത്താവ് സഹായിച്ച് അനുഗ്രഹിക്കണമേ. ഇതിൻ്റെ പിന്നിൽ കർത്താവ് വേലയുന്ന ദേവദാസന്മാരെയെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. കർത്താവരുടെ അവരുടെ വേലയെ മാനിക്കണമേ. കർത്താവ് അനേകരെ കർത്താവ് സഹായിച്ച് അനുഗ്രഹിക്കണമേ. ഇത് കർത്താവെ രോഗികളായിട്ടുള്ളവരെല്ലാം ഈ ദേശത്ത് ഈ ഉള്ളൂർ ഭാഗങ്ങളിലെല്ലാം അനേകർ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചും എല്ലാം കർത്താവെ വരുന്ന ഈ സ്ഥലത്ത് കർത്താവെ അനേകർക്ക് ആശ്വാസം പകരുവാനും താങ്ങും തണലുമായിട്ട് നിൽപ്പാനും തക്കവണ്ണം കർത്താവ് സഹായിക്കണം. ഞങ്ങളെ കർത്താവ് ഈ നല്ല ദിവസം തന്നെ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. നല്ല വചനങ്ങളാൽ നിറച്ചതിനായി സ്തോത്രം. നല്ല പാട്ടുകളാൽ ഞങ്ങൾ കർത്താവിന് ഗാനങ്ങൾ ആലപിപ്പാൻ തന്നതിനായി സ്തോത്രം. തന്ന എല്ലാ സന്തോഷത്തിനായിട്ടും നന്ദി കരയറ്റുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലവും യേശുക്രിസ്തു നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം നമുക്ക് പറയാം. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും പിതാവായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നമ്മുടെ എല്ലാവരുടെയും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.